നമസ്കാരം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ ഉഗ്രൻ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് കോൺഗ്രസ്സുകാർക്ക് പിടികിട്ടിയില്ലെങ്കിലും CPM-കാർക്ക് പിടികിട്ടിയിരുന്നു. സതീശൻ ഇങ്ങനെ പോയാൽ പിണറായിയുടെ സിംഹാസനം ഇളകുമെന്ന് തിരിച്ചറിഞ്ഞ് സതീശനെ പ്രതിരോധിക്കാൻ പല വഴികൾ അവർ ആസൂത്രണം ചെയ്തെങ്കിലും അതൊന്നും വിജയിക്കുന്നില്ല എന്ന് കണ്ടെത്തിയപ്പോൾ CPM-ന്റെ ബുദ്ധിയിൽ ഉണ്ടായതാണ് നുണേശൻ എന്ന ആശയം. വി ഡി സതീശൻ പറയുന്നതൊക്കെ നുണയാണ് എന്ന് പച്ചയ്ക്കങ്ങ് പറഞ്ഞ് റദ്ദു ചെയ്യുക. അല്ലാതെ വി ഡി സതീശനെ പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ട് നുണേശൻ എന്ന പേരിൽ ഒരു പേജൊക്കെ ഉണ്ടാക്കി CPM-കാർ വി ഡി സതീശൻ്റെ വിശ്വാസ്യത തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തി. പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചത് CPM-നെ അല്ല, വി ഡി സതീശനെയാണ്. സതീശൻ പറഞ്ഞതല്ല നുണകൾ, സഖാക്കൾ പറഞ്ഞതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ സഖാക്കളെ ഭരണത്തിൻ്റെ 7 അയൽപ്പക്കത്ത് പോലും അടുപ്പിക്കാതെ അടിച്ചോടിച്ചു. വി ഡി സതീശൻ സകല വിഘ്നങ്ങളെയും മറികടന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയുമായി. CPM സതീശനെതിരെ അവരുടെ സകല ദംഷ്ട്രകളും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം ആരംഭിച്ചു. പക്ഷെ ഒരൊറ്റ പത്രസമ്മേളനത്തിൽ സതീശൻ അതെല്ലാം നിർവീര്യമാക്കും. കടുത്ത നിരാശയിലേക്ക് CPM മാറുകയാണ്. സൈബർ ഇടത്തിലെ എല്ലാ വാദങ്ങളും ഒരാഴ്ചയ്ക്കപ്പുറത്തേക്ക് ആയുസ് കൊടുക്കാൻ കഴിയാതെ CPM അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു. അങ്ങനെയാണ് സതീശൻ മറുപടി പറഞ്ഞാലും നമ്മൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് CPM നിലപാടെടുക്കുന്നതും സതീശനെതിരെ പ്രതികരിക്കുന്ന വാർത്താ വീഡിയോകളും പോസ്റ്റുകളുമൊക്കെ മെറ്റയിൽ സ്വാധീനിച്ച് നീക്കം ചെയ്യുന്നു എന്ന വാദത്തിൽ സതീശൻ തെളിവ് സഹിതം നിഷേധിച്ചിട്ടും ഉറച്ചു നിൽക്കാൻ CPM തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ ആഴ്ച അവർ പുതിയ ക്യാപ്സ്യൂളുകളൊന്നും തേടിപ്പോയില്ല. അവർ അതേ വാദത്തിൽ ഉറച്ചു നിന്നു. തോമസ് ഐസക്കിനെ പോലുള്ളവരെ ഇറക്കി അവർ ശക്തമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് പറഞ്ഞ് തുടർന്നു. പക്ഷേ CPM-ന്റെ ഗതികേട് നോക്കണം. മെറ്റ തന്നെ വിശദീകരണം രംഗത്ത് വന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, മെറ്റയുടെ AI ടൂളിനുണ്ടായ ഒരു സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞ് അവർ അത് പുനഃസ്ഥാപിച്ചു. ഇതോടുകൂടി CPM-ന് മറ്റു വഴിയൊന്നുമില്ലാതായി. അങ്ങനെ അവർ വീണ്ടും പുതിയ ക്യാപ്സ്യൂൾ തേടിപ്പോയി. ഇന്നലെ അവർ മറ്റൊരു ക്യാപ്സ്യൂൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഹെലികോപ്റ്റർ ഉപയോഗമാണ്. വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗം നേരത്തെ തന്നെ റദ്ദ് ചെയ്തതാണ്. സതീശൻ അമ്മായിയപ്പനെ കാണാൻ വേണ്ടി എറണാകുളത്തിന് ഹെലികോപ്റ്ററിൽ പോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് പൂർണ്ണമായും നിരാകരിച്ചതാണ്. മാത്രമല്ല, പിണറായി വിജയൻ മാസം വലിയ തുക കൊടുത്ത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്റർ സെപ്റ്റംബർ പകുതി വരെ വി ഡി സതീശന് ബാധ്യതയായി തുടരുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചതാണ്. അതിനിടയിൽ വീണ്ടും വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ പോകുന്നു. ചാടിയിറങ്ങി സഖാക്കൾ ഓരോരുത്തരായി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര ആഘോഷമാക്കി തുടങ്ങി. ഇവന്മാരുടെ ഊളത്തരങ്ങൾ ഒരുപാട് വായിച്ച് കളിപ്പിക്കുന്നത് കേൾക്കുന്നവർക്ക് അരോചകമാവുന്നത് കൊണ്ട് ഒരൊറ്റ ഊളനിൽ നിർത്താം. അത് മറ്റാരുമല്ല, ഉന്നത നേതാവ് VK സനോജിൻ്റെതാണ്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കർണാടകയിലെ മംഗലാപുരത്തേക്ക് പറന്നത് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ. സർക്കാർ ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പറന്നത് അജ്ഞാതനായ ഇൻവെസ്റ്ററെ കാണാൻ. ഇപ്പോൾ കർണാടകയിലെ തന്നെ കൂർഗിലേക്ക് പറന്നത് കല്യാണം കൂടാനാണത്രേ. എന്നിട്ട് കൂർഗിലേക്ക് പോയോ? ഇല്ല. കണ്ണൂരിലിറങ്ങി ഊണും കഴിച്ച് തിരികെ എറണാകുളത്തേക്ക് മടങ്ങി. അതിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഹെലികോപ്റ്റർ എടുത്ത് കണ്ണൂർ വരെ പോയി ഊണ് കഴിച്ച് മടങ്ങി വന്നു. ചുമ്മാ ഒരു ടൈം പാസ്. ആരും ഒന്നും ചോദിച്ചേക്കരുതേ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതാണോ തെറ്റെന്ന് ചോദിച്ചു കളയും. വെറുതെ എന്തിനാ ആ സങ്കടം നമ്മൾ കാണുന്നത്? ഇത്തരത്തിൽ പോവുകയാണ് ഇവരുടെ ക്യാപ്സ്യൂൾ ഫാക്ടറി. വാസ്തവത്തിൽ തെറ്റ് രാത്രി ആയപ്പോഴേക്കും ദേശാഭിമാനിക്ക് പിടികിട്ടി. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവർ സത്യം അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞു. ദേശാഭിമാനിയുടെ 1-ാം പേജിലെ വാർത്ത കണ്ടാൽ വി ഡി സതീശൻ ഏതോ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ കാശ് മുടക്കി ഹെലികോപ്റ്ററിൽ പോയി എന്നായിരിക്കും നമുക്ക് തോന്നുക. ഇത്തവണ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്ര കൂർഗിലേക്ക്, ഹെലികോപ്റ്ററിൽ വീണ്ടും ദുരൂഹയാത്ര. ഇതാണ് വാർത്ത. ഇത് വായിക്കാൻ അറിയാത്തവർ ഈ ക്യാപ്സ്യൂൾ കേട്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് രംഗത്തിറങ്ങിയത്. സർക്കാർ വാടകയ്ക്കെടുത്ത് ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ കൊച്ചിയിലേക്ക് പറന്നതിൻ്റെ വിവാദം അടങ്ങും മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത ഹെലികോപ്റ്റർ യാത്രയിലും ദുരൂഹത. ഞായറാഴ്ച തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത ശേഷം റോഡ് മാർഗം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെത്തി. അവിടെ നിന്ന് വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ കർണാടകയിലെ കൂർഗ് ലക്ഷ്യമാക്കി പറന്നു. കർണാടക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസ് നാലപ്പാടിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു യാത്രയെന്ന് പറയപ്പെടുന്നത്. എന്നാൽ കാലാവസ്ഥ മോശമായതിനാൽ കോപ്റ്റർ ഇറക്കാനായില്ല. തുടർന്ന് കണ്ണൂർ വഴി നെടുമ്പാശ്ശേരിയിൽ തിരികെ എത്തി. ചിപ്സൺ ഏവിയേഷൻ H145 എയർബേസിലായിരുന്നു യാത്ര. മുഖ്യമന്ത്രി ഓഫീസ് യാത്രാ വിവരം പുറത്തുവിട്ടില്ല. ജൂലൈ 31-ന് ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്ര വിവാദമായിരുന്നു. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഇത്തവണ കർണാടകയിലെ സ്വകാര്യ വ്യക്തി അയച്ച ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി പോയതെന്നും യാത്രയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നു. എന്നാൽ ആരാണ് ഹെലികോപ്റ്റർ അയച്ചതെന്നതിൽ ദുരൂഹത നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ
ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരിൽ ചെന്ന് അദാനി ഗ്രൂപ്പ് പ്രതിനിധിയെ കണ്ടതും വിവാദമായിരുന്നു. നോക്കി, ഈ വാർത്തയിൽ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ചാർട്ടേഡ് വിമാനം അയച്ചത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. രണ്ട്, ഈ ചാർട്ടേഡ് വിമാനം കൂർഗിൽ ഇറങ്ങാതെ തിരിച്ചു പോന്നത് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ്. പിന്നെ എന്തിനാടാകൂവേ ഈ വിവാദം? എൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണം നടക്കുകയാണെന്ന് കരുതുക. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിക്കും ഇത് തിരുവനന്തപുരത്താണ് നടക്കുന്നതെങ്കിൽ പങ്കെടുക്കാം എന്ന് മനസ്സുണ്ട്. പക്ഷെ നടക്കുന്നത് തിരുവനന്തപുരത്തല്ല, എരുമേലിയിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അവിടം വരെ വരാൻ നേരമില്ല, പണവുമില്ല. അപ്പോൾ ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി ഞാൻ ഹെലികോപ്റ്റർ അയക്കാം, വന്ന് പങ്കെടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വരുന്നതിൽ എന്താണ് തെറ്റ്? അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഫെലിക്സ് എന്നു പേരുള്ള ഒരു വ്യവസായിയുടെ മകളുടെ കല്യാണം നടക്കുകയാണ്. ഈ കല്യാണത്തിന് കേരളത്തിലെ പല മന്ത്രിമാരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. എന്നെയും അദ്ദേഹം ക്ഷണിച്ചു. എനിക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തരാം എന്നാണ് എന്നോട് പറഞ്ഞത്. തിരക്ക് കാരണം ഞാൻ പോകുന്നില്ല. അങ്ങനെ എനിക്ക് അദ്ദേഹം ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നാൽ എൻ്റെ സുഹൃത്തായ ആ വ്യവസായിയുടെ മകളുടെ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്താൽ ആർക്കാണ് ഛേദം? അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കേരള മുഖ്യമന്ത്രി തൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഹെലികോപ്റ്റർ അയച്ചു കൊടുത്തു. വി ഡി സതീശൻ അതിൽ പങ്കെടുക്കാൻ പോയി. അതിൽ ദേശാഭിമാനിക്ക് എന്താണ് കടി? അതിൽ സഖാക്കൾക്ക് എന്തിനാണ് ചൊറിച്ചൽ? സഖാക്കളുടെ കാശോ നാട്ടുകാരുടെ കാശോ ഖജനാവിലെ കാശോ എന്തിനേറെ സതീശന്റെ കാശോ മുടക്കുന്നില്ല. ഇനി സതീശൻ സ്വന്തം പണം മുടക്കി പോയതാണെങ്കിലും ചോദിക്കാം, ഇത്രമാത്രം പണം എവിടെയാണ് സതീശനെന്ന്. പിന്നെ അടുത്ത വിവാദം, കല്യാണത്തിൽ പങ്കെടുത്തില്ല, തിരിച്ചു പോകുന്നത്. ശരിയാ, നഷ്ടമാർക്ക ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനാ. വി ഡി സതീശൻ വരുമെന്നോർത്ത് അയാൾ ഹെലികോപ്റ്റർ ബുക്ക് ചെയ്ത് കൊടുത്തു. പക്ഷേ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു, തിരിച്ചു പോന്നു. എന്നിട്ട് പിന്നെ എന്താണ് വിവാദം? സോഷ്യൽ മീഡിയ മുഴുവൻ ഇവറ്റകളുടെ വിവാദമാണ്. ഇവരൊക്കെ ഒരു കാലത്തും നന്നാവില്ല എന്നതിന് തെളിവാണ്. സതീശനെ പ്രതിരോധിക്കാൻ അവർക്ക് ശേഷിയില്ല. അതുകൊണ്ട് ഇവർ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നുണ 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 എന്ന് പറഞ്ഞാൽ നുണയാകുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണ് ഈ നുണേശനെ കണ്ടുപിടിച്ച നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് CPM വിരോധികൾക്ക് പോലും ഈ സർക്കാരിനോട് മതിപ്പില്ലെന്നാണ്. ഇതൊക്കെ സതീശൻ തങ്ങളുടെ അടിവേരിളക്കുമല്ലോ എന്നും ഭയന്ന് സഖാക്കൾ പടച്ചുവിടുന്ന നുണയാണ്. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു സതീശൻ എന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നത്. ചില പരിമിതികളുണ്ട്, അതിനുവേണ്ടി അവർ സമയം കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സതീശനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു നുണ പറയുന്നു. നിങ്ങൾ എത്രമാത്രം നുണയന്മാരാണ് എന്നതിന് മറ്റൊരു തെളിവ് ഇന്നത്തെ ദേശാഭിമാനിലെ മറ്റൊരു വാർത്തയിലൂടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. ദേശാഭിമാനിയുടെ തിരുവനന്തപുരം എഡിഷനിലെ 5ാമത്തെ പേജിൽ അവസാന ഭാഗത്തേക്ക് പോകുക. MDMA കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറിച്ചു. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ MDMA കടത്ത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. KH മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർ പ്രധാന പ്രതികളായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചന്ദേര ഇൻസ്പെക്ടർ MV ഷിജുവിനെയാണ് SHO മാറ്റത്തിന്റെ മറവിൽ ജില്ലയിൽ തന്നെ മാറ്റിയത്. SHO ചുമതലയേറ്റ SI വിഷ്ണു S നായർക്കാണ് ഇനി അന്വേഷണ ചുമതല. മട്ടന്നൂരിലേക്കാണ് ഷിജുവിനെ മാറ്റിയത്. ഇവന്മാർ എന്നെ വൃത്തികെട്ടവന്മാരാണെന്ന് ഈ വാർത്ത തെളിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരം സകല പോലീസ് ഓഫീസർമാരെ മാറ്റി നിർബന്ധമാണ്. പോലീസ് സ്റ്റേഷന്റെ ക്രമസമാധാന ചുമതലയുള്ള SHOമാരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റും. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ തിരിച്ചു പുനർവിന്യസിക്കും, മറ്റ് പലയിടങ്ങളിലേക്ക് മാറ്റും. ഇതാണ് രീതി. എന്നാൽ പുതിയ സർക്കാർ വന്നപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു, തൽക്കാലം അവരോട് തുടരട്ടെ, എന്നിട്ട് സാവകാശമെടുത്ത് ഓഫീസർമാരെ മാറ്റാം. കാരണം പോലീസ് സ്റ്റേഷൻ ചുമതല മിക്ക സ്റ്റേഷനും SIമാർക്ക് കൊടുത്തിട്ട് പഴയ സർക്കിൾ സംവിധാനം തിരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇത്രയും കാലം വൈകിയതുകൊണ്ട് പോലീസ് ഓഫീസർമാർ വലിയ പരിദേവനത്തിലായിരുന്നു. അവർ ബഹളം വെച്ചു. കാരണം അവരൊക്കെ കുടുംബം എവിടെയില്ല, തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വരുമ്പോൾ കുടുംബത്തെ കൊണ്ടുപോയില്ല. കുടുംബം വേറെ എവിടെയെങ്കിലും ആയിരിക്കും, മുമ്പുണ്ടായിരുന്നിടത്തായിരിക്കും. ഇനി പുതിയ നിയമനം എവിടെയാണോ അങ്ങോട്ട് മാറാം. അതുകൊണ്ട് ഇത് നീണ്ടുപോയതുകൊണ്ട് അവർ പരിദേവനത്തിലായിരുന്നു. ഇപ്പോൾ ഏകദേശം തീരുമാനമായി. ആദ്യ ബാച്ചിന്റെ ട്രാൻസ്ഫർ ഇന്നലെ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാ SHOമാരും മാറും. കാരണം ഈ SHOമാരെ തൽക്കാലത്തേക്ക് കൊണ്ടുവച്ചതാണ്. അങ്ങനെ മാറിയതിന്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എഴുതണമെങ്കിൽ ഇവന്മാരുടെ ഉളുപ്പ് എവിടെ പോയിരിക്കുന്നതാണ്? എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളെ കൊണ്ട് കൂടിയാൽ കൂടില്ല VD സതീശൻ. നിങ്ങൾ സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ വിളിച്ചു പറയുന്ന നുണകളൊക്കെ ഈ നാട്ടിലെ സഖാക്കൾ അടക്കമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ നിങ്ങൾ കൂവിയോടിക്കും. രാംദാസ് എന്ന പേരുള്ള ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. VD സതീശനെ നുണയനെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം വാർത്തകളിലെ നുണകൾ വെളിവായിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നുണയുഗ വിസ്മയങ്ങൾ എന്ന ചർച്ചയുമായി കൈരളി. മുഖ്യമന്ത്രി VD സതീശനെ നുണയൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ആവും മുമ്പേ, എന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ തന്നെ നുണേശൻ എന്ന പേജ് തുടങ്ങി വലിയ തോതിൽ ആക്ഷേപങ്ങൾ നടത്തുകയും ഒരുവിധം
എല്ലാ നേതാക്കളും അത് ഏറ്റുപിടിച്ച് ഗീബൽസ്യൻ മോഡലിൽ ഒരു കാര്യം 1000 തവണ ആവർത്തിച്ചാൽ വാസ്തവമാണെന്ന് എല്ലാവരും ധരിച്ചോളും എന്ന തിയറിയുടെ പ്രയോഗവൽക്കരണത്തിനായി ആഞ്ഞു ശ്രമിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റിട്ടും ഇവർ നുണയനെന്ന് ആരോപിച്ച സതീശൻ വൻ ഭൂരിപക്ഷത്തിൽ UDF വിജയത്തിലേക്ക് നയിച്ചിട്ടും തങ്ങളുടെ ഇത്തരം തരികിട പ്രൊപ്പഗണ്ടകൾ വിജയിച്ചിരുന്ന കാലം കഴിഞ്ഞു എന്ന് CPM-നും നേതാക്കൾക്കും തിരിച്ചറിവായില്ല എന്നത് ദയനീയം തന്നെ. ആ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയുടെ പ്രധാന കാരണവും കാലം മാറിയെന്നും വിവരങ്ങൾ പാർട്ടി കമ്മിറ്റിയിലെ ബ്രീഫിങ്ങിലൂടെ അല്ല ജനങ്ങൾ അറിയുന്നതെന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നതിലൂടെ സ്വന്തം വിശ്വാസ്യതയാണ് കളഞ്ഞു കുളിക്കുന്നതെന്നും ഇവർ എന്ന് മനസ്സിലാക്കാൻ. അമ്പേ പൊളിഞ്ഞു പാളീസായ തന്ത്രം തന്നെ പിന്നെയും പിന്നെയും തുടരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ UDF ഗുണകരമാണ്. ഇന്ന് മുഖ്യമന്ത്രി സർക്കാർ ഹെലികോപ്റ്ററിൽ സ്വകാര്യ ചടങ്ങിന് പോയി എന്ന വാർത്ത നൽകി ഒരുവിധം ഇടതു നേതാക്കളൊക്കെ അത് ഏറ്റുപിടിച്ച ശേഷം സത്യം പുറത്തു വന്നതോടെ ആരാണ് നുണ പറയുന്നതെന്നും പ്രൊപ്പഗണ്ട നടത്തുന്നതെന്നും വെളിവായി. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ 8 നിലയിൽ പൊട്ടിയാലും യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും അതേ തന്ത്രം തന്നെ ആവർത്തിക്കാൻ യാതൊരു മടിയുമില്ല ഇവറ്റകൾക്ക്. തങ്ങളുടെ വാർത്ത പൊളിഞ്ഞതും തങ്ങൾ പറഞ്ഞ നുണ ലോകം മുഴുവൻ അറിഞ്ഞതൊന്നും ഇവരെ ബാധിച്ചില്ല. രാത്രി വീണ്ടും ചർച്ച നുണയുഗ വിസ്മയങ്ങൾ. ജെൻസി യുഗമാണ്. രാഷ്ട്രീയത്തിൽ പുതുതലമുറ ഏറ്റവും വില കൽപ്പിക്കുന്ന ഒന്നാണ് വിശ്വാസ്യത. വാർത്തകളും വസ്തുതകളും വിരൽത്തുമ്പിലുള്ള കാലത്ത് പ്രൊപ്പഗണ്ട ഒന്നും വിലപ്പോവില്ല. ഗീബൽസിന്റെ 1 നൂറ്റാണ്ട് പഴക്കമുള്ള തന്ത്രം തന്നെയാണ് ഈ കാലത്തെയും ആയുധമെങ്കിൽ കാത്തിരുന്ന് കാണാം. ബംഗാളും ത്രിപുരയും ഒക്കെ പോയത് ആരെങ്കിലും അടിച്ചമർത്തിയിട്ടല്ല, അധികാരത്തിൽ ഇരുന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ മറുപടി നൽകിയപ്പോഴാണ്.